ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജോലിയുള്ള നോർമൽ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ രാവിലെ നോർമലി വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ബസ് കയറാനുള്ള ഓട്ടമാണ്. ബസ് കയറേണ്ട രാവിലെ നല്ല മഴയായിരുന്നു. മഴയൊക്കെ പെയ്ത് നല്ല തോന്നേക്കുന്ന സമയം. അങ്ങനെ ബസ്സൊക്കെ കയറി ഒരു 10 മണി ആവാറായി. അതൊക്കെ ബസ്സൊക്കെ കയറി ഞാൻ ബ്രാഞ്ചിലേക്ക് നടക്കുകയാണ്. ബ്രാഞ്ചിലേക്ക് നടന്ന് അപ്പോഴും മഴ പെയ്ത് തോർന്ന് സമയമാണ്. ബ്രാഞ്ചിൽ കയറി രാവിലെ ആളുകളൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റാഫുകളാണെങ്കിലും എല്ലാവരും വരുന്നതേ ഉള്ളൂ. ബ്രാഞ്ചൊക്കെ നല്ല കാലിയായിട്ട് കിടക്കുന്ന ടൈമായിരുന്നു. അങ്ങനെ ബ്രാഞ്ച് കയറി ഞാൻ നേരെ എൻ്റെ സീറ്റിൽ പോയിരുന്നു. ബ്രാഞ്ചിലെല്ലാം നേരെ എല്ലാവരോടും സംസാരിച്ച് അങ്ങനെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ ആണെങ്കിൽ ഇന്ന് മൊത്തത്തിൽ മഴ ആയതുകൊണ്ട് കസ്റ്റമേഴ്സും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ കുറേ ശോകം അടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സിനെയൊക്കെ വിളിക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ആ സമയമായപ്പോഴത്തേക്ക് നല്ല മഴ പെയ്ത് അടുത്ത വെള്ളപ്പൊക്കം വരാനുള്ള വരവ് പോലെ നല്ല മഴ പെയ്യുന്നുണ്ട്. മഴയുടെ സൗണ്ടൊക്കെ കേട്ട് കുറച്ച് നേരം മഴയൊക്കെ നോക്കി അങ്ങനെ നിന്നു. ഈ മഴ ഇനി എപ്പോഴാണ് തോന്നുന്നതെന്ന് ഓർത്ത് കുറേ നേരം നിന്നു. അപ്പോഴത്തേക്കും സമയം ഉച്ചയായി. എന്നാൽ പിന്നെ ചോറ് കഴിച്ചേക്കാമെന്ന് വെച്ചു. പിന്നെ പതുക്കെ ചോറും ഒക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഫോണൊക്കെ നോക്കി കുറച്ച് പേരെയൊക്കെ വിളിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് ആസ്വദിച്ച് ഇരുന്നു. മഴയൊക്കെയാണ്, അപ്പോൾ ഫുഡൊക്കെ കഴിച്ചാൽ ടേസ്റ്റും കൂടും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു പതുക്കെ ഒരു വൈകുന്നേരം ആകാറായപ്പോഴത്തേക്കും ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. ഒരു കസ്റ്റമറെ കാണേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. അങ്ങനെ പോയി അവിടുത്തെ കസ്റ്റമറെയൊക്കെ കണ്ടു. അങ്ങനത്തെ ആവശ്യമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ തിരിച്ച് ബാങ്കിലേക്ക്. ബാങ്കിൽ അപ്പോഴും ആളൊന്നും ഇല്ലേ. ബ്രാഞ്ചെല്ലാം ഇങ്ങനെ കാലിയായിട്ടിരിക്കുക. മഴയൊക്കെ ആയതുകൊണ്ട് ആൾ പൊതുവേ കുറവാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് ബ്രാഞ്ചിൽ നിന്ന് ഇറങ്ങി. ഒരു 6:30-6:45 ടൈമായി കാണും. ബ്രാഞ്ചിൽ നിന്ന് ഇറങ്ങി നേരെ ഞാൻ സ്റ്റോപ്പിൽ വന്ന് നിന്ന് അപ്പോഴേക്കും നേരെ അടുത്ത മഴ വരുന്നു. മഴ ഇങ്ങനെ പെയ്ത് ഇന്ന് പിന്നെ ബ്രാഞ്ചിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു 7 മണിയോളമായി. പിന്നെ വീട്ടിൽ വന്നതേ വിശന്നാണ് വന്ന പാടെ പിന്നെ നേരെ ചേട്ടനെയും കൂട്ടിയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞുള്ള പോക്ക് വരുന്നു. മൊത്തത്തിൽ ഞങ്ങൾ രണ്ടാൾക്കും വിശന്നായിരുന്നു വന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയി ഒരു കടയിൽ കയറി. ആദ്യം കണ്ട ഒരു കടയിൽ കയറി. അവിടെ അപ്പോൾ ചോദിച്ചപ്പം ദോശയുണ്ട്, നെയ്ച്ചോറുണ്ട്. എന്നാൽ ചേട്ടൻ പറഞ്ഞു നമുക്ക് നെയ്ച്ചോറ് കഴിക്കാമെന്ന്. കുറേ ആയ ഇതിലേ പോകുമ്പോൾ നെയ്ച്ചോറ് കാണുന്നു എന്ന് പറയുന്നു. എന്നാൽ പിന്നെ എന്നാൽ നെയ്ച്ചോറ് തന്നെ കഴിച്ചേക്കാമെന്ന് വെച്ചു. അങ്ങനെ നെയ്ച്ചോറ്, അച്ചാർ, ഇതിൻ്റെ കൂടെ പരിപ്പ് കറിയായിരുന്നു. ഞാനിങ്ങനെ നെയ്ച്ചോറിൻ്റെ കൂടെ പരിപ്പ് കറി ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചു. പിന്നെ വർത്തമാനമൊക്കെ പറഞ്ഞ് പ്ലേറ്റ് കണ്ടാലേ അറിയാമല്ലോ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചു എന്ന്. സത്യം പറഞ്ഞാൽ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞ അവസ്ഥയായി. ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കണ്ടേ, ഫുഡ് കഴിച്ചതൊന്ന് ദഹിക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ പോയിട്ട് നേരെ ഞങ്ങൾ ഇരിപ്പിടത്തിലോട്ടാണ് വന്നത്. അവിടെ വന്ന് പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ നല്ല ഉപ്പിട്ട 2 നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വെച്ചു. കഴിച്ചൊന്ന് ദഹിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് അവിടെ നിന്ന്. പിന്നെ അവിടുത്തെ ചേട്ടൻ നല്ല അടിപൊളി പാട്ടൊക്കെയാണ്. പിന്നെ അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് ആസ്വദിച്ചിങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നു. വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞ ഒരാശ്വാസമായത്. ഫുഡ് കഴിച്ച് വയറ് നിറച്ച് അങ്ങനെ വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്.